ഈ ദിനം നമ്മൾ സീതയെ ഓർക്കുകയും സീതയുടെ സാഹിത്യ സംഭാവനകളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ പതുക്കെ പോലെ പ്രത്യക്ഷപ്പെട്ട് വളരെ ചടുലമായ ദീപ്തി പ്രസരിപ്പിച്ച് അന്തർധാരം ചെയ്ത ആളാണ് സി ജെ തോമസ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ വ്യാപരിക്കുകയും അവയുടെയൊക്കെ നേരെയുള്ള അല്ലെങ്കിൽ അവയുടെ അപൂർണതകളുടെ നേരെയുള്ള അസഹിഷ്ണുത പെരുപ്പിച്ചെടുത്ത് പുതിയ ജീവിത രംഗങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്ത സി ജെ തോമസ് മലയാള സാഹിത്യത്തെക്കുറിച്ചും മലയാള നാടകത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ചിന്താ ലോകത്തെക്കുറിച്ചും വലിയ ഉത്കണ്ഠകൾ പുലർത്തുകയും വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയും ചെയ്തു. ആ സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാക്കാൻ കഴിയുന്ന കർമ്മ രംഗങ്ങളിൽ അദ്ദേഹം വ്യാപരിക്കുകയും ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ചെറിയ ഒരു കാലമാണ് സീതയ്ക്ക് പ്രവർത്തിക്കാൻ ലഭിച്ചത് എന്നോർത്ത് നമ്മൾ അമ്പരന്ന് പോകും. 1948 നവംബർ മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ മതവും കമ്മ്യൂണിസവും എന്ന ആദ്യ ഗ്രന്ഥം ഇറങ്ങുന്നത്. അതാണ് അതേ വർഷം തന്നെ സോഷ്യലിസം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും ഇറങ്ങി. 48 60 അദ്ദേഹം മരിക്കുന്നു. 60 മരിക്കുന്നത് തലച്ചോറ് പതുക്കെ കാറുന്ന തിന്നുന്ന ഒരു മഹാരോഗത്തിന് അടിമയായിട്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ രോഗം എത്ര നാൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്ന് നമുക്ക് നിശ്ചയമില്ല. എത്രയോ കാലം കഠിനമായ തലവേദനയുമായി സീത നടന്നു എന്ന് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കറിയാം. ഓരോ തലവേദനയും ശിരസ് പിളർക്കുന്ന തലവേദനകൾ വരുമ്പോൾ കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ അത് മാറും എന്ന് താൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും നിരന്തരമായി പരാജയപ്പെടുകയും ചെയ്തു പോന്നിരുന്നു സീത എന്ന് നമുക്കറിയാം. ഇങ്ങനെ മാരകമായ ഒരു രോഗത്തെ വളരെ കാലം ഉള്ളിൽ പേറിക്കൊണ്ട് നടന്നിരുന്നതിനിടയിലാണ് മലയാളം എന്നും അഭിമാനത്തോടും ഏറെക്കുറെ അഹങ്കാരത്തോടും കൂടി ഓർക്കുന്ന നാടകങ്ങൾ അദ്ദേഹം എഴുതുന്നത്. മലയാളത്തിലെ ഏറ്റവും ചടുലമായ ശക്തി പ്രസരിപ്പിക്കുന്ന ഗദ്യഖണ്ഡങ്ങൾ എഴുതിയത് സി ജെ തോമസാണ് നമുക്കറിയാം. ധിക്കാരിയുടെ കാതലും ഇവരുടെ പ്രിയപുത്രനും ഒക്കെ മലയാളികൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുകയും അഭിനയിക്കുന്ന വിചാര ലോകത്തെ സ്വാംശീകരിക്കാൻ വേണ്ടി ഉടനിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. വളരെ ശക്തിയോടുകൂടി, വളരെ ഊർജിതമായ ചിന്തയുടെ ശക്തിയോടുകൂടി
നവീനങ്ങളായ ആശയങ്ങൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ അന്നത്തെ കേരളീയ സമൂഹത്തിനും കേരളത്തിന്റെ ധാർമ്മിക ജീവിതത്തിനും ഉൾക്കൊള്ളാനും ദഹിപ്പിക്കാനും കഴിയാത്ത വിധം കാലത്തിന് മുമ്പിലേക്ക് കടന്നു ചിന്തിക്കാനും മനുഷ്യരെ പ്രകോപിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രകോപനപരമായ ചിന്തകൾ, മൗലികങ്ങളായ ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ട് സീത കടന്നുപോയി. മഹാപ്രതിഭകളെ കുറിച്ച് എഴുതുന്ന സന്ദർഭത്തിൽ, കവിയെക്കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ സീത ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അവർ ഉൽക്കകളെ പോലെയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം അവർ ജ്വലിക്കുന്നു. ഒരു പ്രകാശ പ്രസരണത്തിനും മറ്റൊരു പ്രകാശ പ്രസരണത്തിനും ഇടയിൽ ഒരു വലിയ അന്തരാളമുണ്ടായിരിക്കും. സീത എന്ന ഈ ഉൽക്കയുടെ പ്രകാശ പ്രസരണം കഴിഞ്ഞിട്ട് മറ്റൊരു പ്രകാശ പ്രസരണത്തിന്റെ നാൾ ഉണ്ടായില്ല എന്ന് ഇപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ വലിയ ദീപ്തിയായി നമ്മുടെ ചിന്തയുടെ ചക്രവാളത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു മഹാപ്രതിഭയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ പുതുക്കാൻ ശ്രമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഏറെ സംസാരിക്കാൻ ഞാൻ തുനിയുന്നത് ശരിയല്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. സീത തോമസ് എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് സീതയുമായി വളരെ കാലം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സാനു മാസ്റ്ററാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ സീതയുമായി ആ രീതിയിൽ അടുപ്പം ഉണ്ടായിരുന്നവർ അധികമല്ല ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചങ്ങാതിയെപ്പോലെ ഒന്നിച്ച് നടക്കുകയും ചിന്തകൾ പങ്കുവയ്ക്കുകയും ജീവിതത്തിന്റെ ദുഃഖങ്ങൾ പരസ്പരം പകരുകയും ചെയ്ത വ്യക്തികളായിരുന്നു സീത തോമസും സാനു മാസ്റ്ററും. സാനു മാസ്റ്റർ ഈ ഓർമ്മകൾ, തന്റെ ഓർമ്മകൾ ചെകഞ്ഞെടുക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സീത എന്ന പച്ചയായ മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ കെറുക്കുകളെക്കുറിച്ച്, അദ്ദേഹം തോളിൽ വഹിച്ചുകൊണ്ട് നടന്നിരുന്ന നിത്യമായ കുരിശിനെ സംബന്ധിച്ച്, മനുഷ്യനെ കുറിച്ചുള്ള വേവലാതികളെ സംബന്ധിച്ച് സാനു മാസ്റ്റർ നമ്മളോട് സംസാരിക്കും. സാനു മാസ്റ്ററോട് ഈ വർത്തമാനം ആരംഭിച്ചു വെക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സീതയെ ആ ആവിഷ്കാരങ്ങൾ സാധ്യമാക്കിയ ഏത് ആന്തരിക ഘടനയോടുകൂടിയാണ് ജീവിച്ചത് എന്ന് വ്യക്തമാക്കാനായിരുന്നു സാനു മാസ്റ്റർ ശ്രമിച്ചത്. സംശയിക്കുന്ന സീതയെ, അനുസരണക്കേടാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞ സീതയെ ഈ ചോദ്യം ചോദിക്കലും അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ മഹാപ്രപഞ്ചത്തെ നോക്കി വിസ്മയം കൊള്ളുന്ന സീതയെയും സാനു മാസ്റ്റർ നമ്മളെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയുടെ നിറകുടമായ സീതയെ, നയതന്ത്രജ്ഞത എന്നത് തീരെ അസാധ്യമാക്കി തീർക്കുന്ന ആത്മാർത്ഥതയുള്ള സീതയെ സാനു മാസ്റ്റർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു കുപ്പായം ഊരിക്കളഞ്ഞത് മറ്റൊരു കുപ്പായത്തിന്റെ ഉള്ളിൽ കയറി കൂടാനല്ല എന്ന് പറഞ്ഞ സീതയെ സാനു മാസ്റ്റർ പരിചയപ്പെടുത്തി തന്നു. ഒരു കുപ്പായം ഊരിക്കളഞ്ഞ് അടുത്ത കുപ്പായത്തിന്റെ ഉള്ളിലാണ് താൻ കയറി പറ്റിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഉള്ള സീതയെ പരിചയപ്പെടുന്നതിനാണ് ഇപ്പോൾ നാം തുനിയുന്നത്. സീതയെ സന്യാസപ്പട്ടം ഉപേക്ഷിച്ച് നേരെ മറ്റൊരു പട്ടം സ്വീകരിക്കുകയും അങ്ങനൊരു പട്ടം താൻ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയാതെ വളരെ കാലം നടക്കുകയും ചെയ്തു. അതിൻ്റെ ഇടക്കാല വേളയിൽ അദ്ദേഹം രചിച്ച വളരെ ശക്തിയുള്ള ഒരു ഗ്രന്ഥത്തെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു. ഫാദർ പോൾ തേലക്കാട്
മതവും കമ്മ്യൂണിസവും എന്ന ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടുത്തി. ഇതൊരു അന്തരാള ഘട്ടത്തിലുള്ള ശരിയായിട്ട് പരിചയപ്പെടാൻ